ഹമീദ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മുല്ലക്കൽ, ആലപ്പുഴ. ചിലപ്പോൾ അതിനും പുള്ളിക്കാരി നിങ്ങൾ കഴിഞ്ഞ കുറേ കസ്റ്റമറായിട്ട് എന്നോട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാ ദിവസവും. അതൊരു ആൻസറാണ്. ഞാൻ മാനോഷിച്ച കേസ് ഫയൽ ചെയ്തു. എൻ്റെ അഡ്വക്കേറ്റ് മാത്യു കൊടുനാട് വിശദാംശങ്ങൾ. ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ ക്രിമിനൽ നടപടി പ്രകാരമുള്ള കേസാണ് ഫയൽ ചെയ്തിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ പൊതുമധ്യത്തിൽ ഉന്നയിച്ച് അപകീർത്തിപ്പെടുത്താനും അതുപോലെ തന്നെ തേജോവധം ചെയ്യാനും മനഃപൂർവ്വമായി പരിശ്രമിച്ചു എന്ന വകുപ്പ് വരുന്ന CRPC 199 200 പ്രകാരമുള്ള കേസാണ്, ക്രിമിനൽ കേസാണ് ഇപ്പോൾ ഫയൽ ചെയ്തിട്ടുള്ളത്. ഇനി ഇത് സംബന്ധിച്ച് സിവിൽ ഡാമേജസ് ഉണ്ടായിട്ടുള്ള നഷ്ടത്തിന് വേണ്ടിയിട്ടുള്ള നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടുള്ള കേസ് വേറെയാണ് ഫയൽ ചെയ്തത്. ഈ ഘട്ടത്തിൽ ക്രിമിനൽ നടപടി നിയമപ്രകാരം ചെയ്തിട്ടുള്ള ഈ കേസ് കോടതി ഫയലിൽ അക്സെപ്റ്റ് ചെയ്ത് ഇപ്പോൾ സാക്ഷികൾക്ക് സമൻസ് ഇതിന് ഉത്തരവായിട്ടുണ്ട്. ഈ 16-ാം തീയതി സാക്ഷികളുടെ കൂടി മൊഴി എടുത്തതിന് ശേഷം മറ്റ് വിചാരണ നടപടിയിലേക്ക് നടക്കും. ഇത് പൊതുമധ്യത്തിൽ ആളുകളെ ഇതുപോലെ എന്തും പറഞ്ഞ് അപകീർത്തിപ്പെടുത്താൻ ഏത് നിലയിലും എന്തും ആയിക്കളയാമെന്നുള്ള ഒരു ശൈലി പലപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അതിനെതിരായിട്ടുള്ള ഒരു നീക്കം കൂടിയാണ്. തീർച്ചയായിട്ടും തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ സ്ഥാനാർത്ഥിയായിരിക്കുന്ന ഒരു വ്യക്തിക്ക് നേരെ ഒരു കാരണവശാലും ഉന്നയിക്കരുതാത്ത അടിസ്ഥാനരഹിതമായ സത്യവിരുദ്ധമായ കാര്യങ്ങളാണ് ഉന്നയിച്ചിട്ടുള്ളത്. അതിനെതിരെ ശക്തമായ നടപടിയാണ്. ബാക്കി സ്ഥിതിയിലായതുകൊണ്ട് ഇതിൽ കൂടുതൽ വിശദാംശങ്ങൾ ഇപ്പോൾ പറയുന്നത്. താങ്ക് യു. കേരളത്തില് നരേന്ദ്രമോദി കൊടുത്ത റോഡില് പിണറായി വിജയൻ ക്യാമറ വെക്കാൻ തീരുമാനിച്ചപ്പോൾ ആ ക്യാമറ വെക്കാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന് പറഞ്ഞ അവരെയെല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് പിണറായി വിജയന്റെ മകന്റെ അമ്മായി അച്ഛനെ കൊണ്ട് ക്യാമറ വെപ്പിക്കാൻ തീരുമാനിച്ചു. എന്തായി ഈ കേസ്? അതിനെക്കുറിച്ച് ദേശീയ ഏജൻസി അന്വേഷണം വരും. സ്വർണ്ണക്കടത്ത് എന്തായി? അപ്പൊ ദേശീയ ഏജൻസി പെട്ടെന്നൊരു ദിവസം അന്വേഷിച്ച് ആളുകളെ പിടികൂടുന്ന ഒരു ഏജൻസിയല്ല. അവരുടെ ചുമതല എന്താണ്? അവരവരുടെ കൃത്യം ഭംഗിയായിട്ട് നിർവഹിക്കണം. അവര് നമ്മുടെയൊക്കെ ശമ്പളം പറ്റിക്കൊണ്ട് ജീവിക്കുന്ന ഉദ്യോഗസ്ഥന്മാർ തന്നെയാണ് ദേശീയ ഏജൻസിക്കകത്തുള്ളത്. അവരാരോടും പ്രീതിയില്ലാതെ മമതയില്ലാതെ അവരുടെ കൃത്യനിർവഹണം നടത്തും എന്ന് വിശ്വസിച്ചുകൊണ്ട് തന്നെയാണ് ദേശീയ ഏജൻസി മുൻപാകെ നമ്മൾ പോകുന്നത്. എന്താ കേരള നിയമസഭയ്ക്കകത്ത് മിസ്റ്റർ VD സതീശൻ ഈ കേസ് കരിമണൽ കർത്തയുടെ കേസ് ചർച്ച ചെയ്യേണ്ടെന്ന് തീരുമാനിച്ചത്? കരിമണൽ കർത്തയുടെ ഡയറിയിൽ പേരുള്ളവരെ മുഴുവൻ രക്ഷപ്പെടുത്തണം എന്നുള്ളതുകൊണ്ടല്ലേ? എങ്ങനെയാണ് മേജർ മൈനിങ് ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിനകത്ത് മേജർ മൈനിങ് നടത്താൻ കരിമണൽ കർത്തയ്ക്ക് രാജസ്ഥാനിലെ മന്ത്രി ശിശ്രാം ഓലയുടെ ടീം അംഗങ്ങൾ അവർക്ക് എങ്ങനെയാണ് KC വേണുഗോപാലിനെ കരിമണൽ കർത്തയെയും സഹായിക്കാൻ സാധിച്ചത്? എന്തേ കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ പാർട്ടി അതിനെതിരെ രംഗത്ത് വരാതിരുന്നത്? ഒരു സഖാവിനെ തോട്ടപ്പള്ളിയിൽ കൊന്നുകളഞ്ഞല്ലോ. എന്തേ മാർക്സിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന ഘടകം നേതൃത്വം ഈ മരണപ്പെട്ടത് കൊലപാതകമാണ് എന്ന് പറഞ്ഞുകൊണ്ട് എന്തേ നിങ്ങൾ രംഗത്ത് വരാതിരുന്നത്? എവിടെ പോയി ആ കേസ് അന്വേഷണം? കരുവന്നൂരിലെ ജയിലിനകത്ത് കിടക്കുന്ന സതീശനും അവിടുത്തെ മിസ്റ്റർ മൊയ്തീൻ മുൻ മന്ത്രിയും രണ്ടുപേരും ചേർന്നുകൊണ്ട് ഏറ്റവും കൂടുതൽ സഹായ സഹകരണങ്ങൾ ഫയലുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കാനും പിന്നെ കള്ളപ്പണം മാറ്റിമറിക്കാനും ഒക്കെ ഉപയോഗിച്ച അരുൺ എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ അർദ്ധരാത്രി 1 മണിക്കല്ലേ ലോറി കയറ്റി കൊന്നത് അല്ലേ? എന്തേ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിക്കും അവിടുത്തെ സംസ്ഥാന സെക്രട്ടറിക്കും അരുണിന്റെ അമ്മ ഭ്രാന്തിയായിട്ടാണ് ജീവിക്കുന്നത്. വടക്കാഞ്ചേരി നിയോജക മണ്ഡലത്തിൽ അരുൺ DYFI-കാരനാണ്. അരുണിനെ കൊന്നുകളഞ്ഞു. ഇന്ന് കരുവന്നൂർ കേസിൽ ജയിലിനകത്ത് കിടക്കുന്ന അരവിന്ദാക്ഷന്റെ സന്തത സഹചാരി ജോഷി എങ്ങനെയാണ് റെയിൽവേ ട്രാക്കിൽ മരണപ്പെട്ട് കിടക്കുന്നത് കണ്ടത്? എന്താ അന്വേഷിക്കണ്ടേ നമുക്ക്? അപ്പൊ കേരളത്തിൽ ഈ മാർക്സിസ്റ്റ് പാർട്ടിക്കെതിരെയോ കോൺഗ്രസിലെ ചില ഇതുപോലെയുള്ള വളരെ വലിയ തെറ്റ് ചെയ്യുന്നവർക്കെതിരെയോ ആരെങ്കിലും പ്രതികരിച്ചു കഴിഞ്ഞാൽ ആ രേഖകളെല്ലാം തേച്ചുമാച്ച് കളഞ്ഞതിന് ശേഷം ഈ കോടതിയിൽ പോകുന്ന ഏർപ്പാടുണ്ടല്ലോ, അതൊക്കെ കേരളത്തിലെ ജനങ്ങൾക്കും ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിലെ ജനങ്ങൾക്കും മനസ്സിലായിട്ടുണ്ട്. വേണുഗോപാൽ തെളിവ് ആർക്കാ കൊടുക്കേണ്ടത്? കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പോലീസിനോ? പിണറായി വിജയൻ ഊണിലും ഉറക്കത്തിലും കേരളത്തിലെ നല്ലവരായിട്ടുള്ള പോലീസ് ഓഫീസർമാരെ വരെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തൻ്റെ മകൾക്കും തൻ്റെ മകനും മകൻ്റെ അമ്മായി അച്ഛനും കവചം തീർക്കാനും
പിന്നെ കരിമണൽ കർത്തയുടെ ഡയറിയിൽ കണ്ട PV അത് പിണറായി വിജയനല്ല പരിപ്പോടെയാണ് എന്ന് പറയുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുമ്പോൾ ആ പോലീസിനെയാണോ ഞാൻ വിശ്വസിക്കേണ്ടത്? നല്ല പോലീസ് ഓഫീസർമാരുണ്ട് കേരള പോലീസിൽ, അതിലാർക്കും എതിരഭിപ്രായമൊന്നുമില്ല. പക്ഷെ അവരുടെ കൈകളിൽ ചങ്ങലകളിട്ടിരിക്കുകയാണ്. ചില പോലീസ് അധികാരികൾ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മുന്നിൽ അരിവാള് പോലെ പാർട്ടി ചിഹ്നമായിട്ടുള്ള അവരുടെ പാർട്ടി ചിഹ്നമായ അരിവാള് പോലെ നട്ടല് വളച്ചു നിൽക്കുമ്പോൾ ആ പോലീസ് അധികാരികളെ വിശ്വസിക്കണം എന്നാണോ പറയുന്നത്? കരിവന്നൂർ കേസിൽ എന്താണ് കേരളത്തിലെ പോലീസ് ചെയ്തത്? എന്താണ് പിണറായി വിജയന്റെ ആഭ്യന്തര വകുപ്പ് ചെയ്തത്? വിജിലൻസ് അന്വേഷണം എന്തായി? ഒരു CPIയുടെയും CPIMന്റെയും 2 പ്രാദേശിക നേതാക്കളായിട്ടുള്ള സ്ത്രീകളെ 56 ദിവസത്തിലധികം വിജിലൻസ് അന്വേഷണം നടത്തിച്ച് ജയിലിനകത്തിട്ടു പിണറായി വിജയൻ. സ്വന്തം പാർട്ടിക്കാരെ. ആ സ്ത്രീ പുറത്തിറങ്ങി വന്ന് അവരെ കാണാൻ പോയി. അവർ എന്നെ കെട്ടിപ്പിടിച്ച് കരഞ്ഞുകൊണ്ട് പറഞ്ഞത് സ്വന്തം പാർട്ടിയിൽ പ്രവർത്തിച്ച് ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല, ആ ഒരു ഫയലിൽ ഒപ്പുവെച്ചു എന്നതൊഴിച്ച് കരിവന്നൂർ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ സ്ത്രീ എന്ത് തെറ്റാണ് ചെയ്തത്? പക്ഷെ അവരെ ക്രൂശിച്ചുകൊണ്ട് ഇതെങ്ങനെയെങ്കിലും കേരള പോലീസിനെ കൊണ്ട് അന്വേഷിപ്പിച്ച് അവസാനിപ്പിക്കണം എന്ന് പറഞ്ഞ കരിവന്നൂർ കേസുണ്ടല്ലോ, 3.5 വർഷത്തെ ശോഭാ സുരേന്ദ്രന്റെ പോരാട്ടം കൊണ്ടാണ് ഇന്ന് കരിവന്നൂർ കേസിലെ പല പ്രതികളെയും ചോദ്യം ചെയ്തിട്ടുള്ളത്. പല രേഖകളും ദേശീയ ഏജൻസിക്ക് മുൻപാകെ കൊടുക്കാൻ നിങ്ങളുടെ സഹോദരിയായിട്ടുള്ള എനിക്ക് സാധിച്ചിട്ടുണ്ട്. ക്യാമറ